ഹലോ, ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇതൊരു വാലന്റൈൻസ് ഡേ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ടോയ് പിടിച്ചിരിക്കുന്നത് വെച്ചാൽ ഇതൊരു എയർ നിറച്ചിട്ടുള്ളൊരു ടോയാണ്. ഇത് ഒരു ബലൂണാണ് ഉണ്ണിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറേ വിചാരിക്കണു ഇതിൻ്റെ കാറ്റൊക്കെ പോയപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കയ്യിൽ കുറേ ദിവസം ഇരിക്കണ ഒരു ബലൂൺ ഇത് മാത്രമാണ് കേട്ടോ. എന്തുണ്ടെങ്കിലും വേഗം നശിപ്പിച്ച് കളയും. അപ്പോൾ ഇത് കുറേ ദിവസം ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേപോലത്തെ ഒന്ന് നമുക്ക് ടെഡി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വിചാരിക്കണു, അതുവരെ ഒന്നിനും ഒരു മൂഡ് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് വാലന്റൈൻസ് ഡേ ആയപ്പോൾ ഞാൻ എന്തെങ്കിലും അവന് ടെഡി ഗിഫ്റ്റ് മേടിക്കാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ശരി അവൻ്റെ കയ്യിലുള്ള ക്ലോത്ത്സൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് പോലെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ടെഡി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഉണ്ണിയുടെ പണ്ടത്തെ ചെറുപ്പത്തിലത്തെ ഒരു ഓണീസസ് എടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഒരു ടെഡി ബിയർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു നല്ലൊരു ടെഡിയുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം വേണം. പിന്നെ നമുക്ക് കുട്ടികളുടെ ചെറുപ്പത്തിലത്തെ വല്ല സോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ക്യാപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട്. കുറേ തപ്പിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സേവ് ചെയ്തും വെക്കാമല്ലോ. ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് വെക്കുമ്പോൾ അതൊരു ഓർമ്മയാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ടൊരു ടെഡി ബിയർ ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഉണ്ണിയുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ വേണ്ടാത്തത് കുറച്ച് കളഞ്ഞു കഴിഞ്ഞാലും കുട്ടിയുടെ ചില ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഭാവിയിൽ ഓർക്കാനും നമുക്കൊരു നൊസ്റ്റാൾജിയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു നല്ല ഡ്രസ്സാണ്, നല്ല ക്യൂട്ടായിട്ട് ടെഡി എല്ലാം ഉണ്ടായില്ല. അപ്പോൾ ഇത് വെച്ച് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ആവശ്യത്തിന് തപ്പുമ്പോൾ മാത്രം ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു സോക്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉർവശി ഒരു സിനിമയിൽ പറയണ പോലെ ഇത് ഞാൻ ആദ്യമായിട്ട് മാവ് നിറഞ്ഞ കല്ലാണ്, ആദ്യമായിട്ട് തേച്ച ബ്രഷാണ് എന്നൊക്കെ പറയണ പോലെ ഞാൻ ഉണ്ണിയുടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആവശ്യത്തിന് നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ഒരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സോക്സൊക്കെ വേണം. ഇത് ഓരോന്നും ഓരോ കളറാണല്ലോ. എന്നാലും നമുക്ക് എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഭാഗ്യം പെയർ സോക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്ന ആ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ കളർ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഞാൻ പറഞ്ഞില്ല എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആവശ്യത്തിന് നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ തപ്പി നോക്കട്ടെ. അപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ണിക്ക് മേടിച്ച ഒരു ഡ്രസ്സിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്ന സോക്സും പിന്നെ കയ്യിലിടുന്ന സാധനം അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് സേവ് ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ട് അപ്പോൾ പഞ്ഞിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് ഉണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷർട്ടും ഒരു ഓണീസസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് അപ്പോൾ ഈസി ആയിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാം, ഒരു ടെഡി ബിയർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുക്കുന്നത്, ഓണീസസാണ് എടുക്കുന്നത്. പിന്നെ ഈ സോക്സ് അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിലേക്ക് ആവശ്യം വരുന്നില്ല എന്ന്. അപ്പോൾ ഡയറക്റ്റ് ഇവിടെയൊക്കെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പോഞ്ച് വെച്ച് നിറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സ് വെച്ച് മാത്രമായിട്ട് ഒരു ഇത് ഫില്ല് ചെയ്തിട്ട് ഒരു ടെഡി പോലെ ആക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. എന്നാലും എൻ്റെ വക ഒരു കുട്ടി ഗിഫ്റ്റ് അവന്. അപ്പോൾ ഈ ക്യാപ്പ് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ആ ടെഡിയുടെ പോലെ തന്നെ ഉണ്ട്. ഇനി കൈ നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം, കാലും സ്റ്റിച്ച് ചെയ്യാം. പിന്നെ വേറെ ഒന്നും ചെയ്യണില്ല. ഈ ടെഡിയുടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ട് കണ്ണും കൂടി ഫിക്സ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഈസി ആയതുകൊണ്ട് നമുക്ക് മെഷീൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി ഈ തല ഒന്ന് തുന്നിയെടുക്കാം കേട്ടോ. ഈ ക്യാപ്പ് ഈ ഡ്രസ്സിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് തുന്നിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കോണായിട്ടുള്ള ഷേപ്പില്ലേ, കോൺ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് തുന്നി കൊടുക്കാം കേട്ടോ.
ഫൈനലി ഇതാ നമ്മളുടെ ക്യാപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ പഞ്ഞിയൊക്കെ നിറയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടൈറ്റിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. കുറേ സ്പോഞ്ച് അല്ലെങ്കിൽ കോട്ടൺ വേണം. ഇനി കൈയിൻ്റെയും കാലിൻ്റെയും കൂടി ഓപ്പൺ സ്പേസ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒറ്റ ഇരിപ്പിൽ തന്നെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം കഴിഞ്ഞു. മുഖം ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. കാണുമ്പോൾ ഒരു പേടിയാവുണ്ട്. ഇത് ടെഡി ആയിട്ടൊന്നും തോന്നുന്നില്ല. എന്നാലും ഉണ്ണിയുടെ ഡ്രസ്സ് സൂക്ഷിച്ച് വെക്കാമല്ലോ ഇങ്ങനെ ഒന്നൊക്കെ ചെയ്തിട്ട്. ഞാൻ മുഖത്ത് കുറച്ചും കൂടി മിനുക്ക് പണികൾ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ടെഡി ഉണ്ണിക്ക് ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ റിയാക്ഷൻ ആണ് കേട്ടോ. എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ സർപ്രൈസായി. അപ്പോൾ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അതെന്നെ പിടിച്ചിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. വലുതായ ചിലപ്പോൾ എനിക്ക് ചീത്ത കേൾക്കും. എന്ത് ടെഡിയാണ് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കണമെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ഭാവിയിൽ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചീത്ത കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ആകെ കൊളാക്കി. ഇതങ്ങനെ കണ്ണൊക്കെ വരച്ച് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ഒരു രസം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു പാടത്ത് വെക്കണ ഒരു കോലം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ണിക്ക് ഇത് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവന് അറിയില്ലല്ലോ, എനിക്ക് ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ വേറൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനത്തെ ഒരു ക്യാപ്പ്. അപ്പോൾ ഞാൻ അത് വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ഇതാ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാപ്പ് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരിയെങ്കിലും ഒരു കാണാൻ ലുക്കും ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരും കളിയാക്കരുത്. ഇത് വെറുതെ എൻ്റെ മെയ്ഡ് വിത്ത് ലവ് ആണ്. എൻ്റെ ഉണ്ണിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. വലിയ ഹാർഡ് വർക്ക് ഒന്നുമില്ല, പക്ഷെ ഞാൻ എൻ്റെ ഉണ്ണിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ണി കളിപ്പിക്കണ വീഡിയോ ഒക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ ലാസ്റ്റ്. പിന്നെ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു. കുറച്ച് തടി കൂടി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കുറച്ച് ബോറായി. എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതൊന്ന് ഞാൻ വെറുതെ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.